നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുകയാണ്. ന്യൂസ് 18 പുറത്തുവിട്ട കോൺഗ്രസിലെ കൂടോത്ര വിവാദം അത് പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. കോൺഗ്രസിലെ തന്നെ പ്രമുഖനാണ് ഈ കൂടോത്രം വെച്ചതിന് പിന്നിലെന്ന് ഇന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, കെ സുധാകരന്റെ വിശ്വസ്തനാണ്. ഇതും ന്യൂസ് 18 ആണ് പുറത്തുവിടുന്നത്. അത് മാത്രമല്ല, കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ മൗനം പാലിക്കുമ്പോൾ യുവ നേതാക്കൾ പരസ്യമായി രംഗത്തെത്തുന്നു ഈ കൂടോത്ര പ്രയോഗത്തിനെതിരെ എന്ന പ്രത്യേകതയുമുണ്ട്. വിശദമായ വാർത്ത പകൽ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ജഗനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നാണല്ലോ പൊതുവെ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഭീമൻ ആരാണ് എന്നാണ് ഞാൻ കുറച്ചുകൂടി വ്യക്തമായി ചോദിക്കുന്നത്. ആ ഭീമൻ വരുന്ന ആളുകളിൽ എന്തായാലും മറന്നേക്ക് പുറത്തു വരാതിരിക്കില്ലല്ലോ. കൂടോത്രം വെച്ചതിൽ കെ സുധാകരന് സംശയം. കോൺഗ്രസിലെ ഏത് പ്രമുഖനെയാണെന്ന സൂചന നൽകി മുൻ സ്റ്റാഫ് അംഗം വിപിൻ മോഹൻ. ആരോഗ്യം പെട്ടെന്ന് മോശമായത് കൂടോത്രം കാരണമാണെന്ന് സുധാകരൻ വിശ്വസിച്ചിരുന്നുവെന്നും ന്യൂസ് 18നോട് വിപിൻ മോഹന്റെ വെളിപ്പെടുത്തൽ. മുന്നേണ്ടായ 2 KPCC പ്രസിഡന്റുമാർക്കും ഇതേ ദുരനുഭവമായിട്ടുണ്ടല്ലോ. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറായി കഴിഞ്ഞാലും VM സുധീരൻ സാറായി കഴിഞ്ഞാലും ഇതിന്റെ ബലിയാടുകളാണല്ലോ. അവരും മാധ്യമങ്ങളിൽ മുന്നേ ഇത് പറഞ്ഞതാണ്. അന്നൊന്നും ഇത് ഇത്ര വിവാദമായി വരികയോ സീരിയസ് ആയി എടുക്കുകയോ ആരും ചെയ്തിട്ടില്ല. ഇത്രയും ശാരീരിക ബുദ്ധിമുട്ടും ഇതുകൊണ്ടുള്ള ഇത് അനുഭവിക്കുന്നതിന് ശേഷമാണ് സുധാകരൻ സാറ് പോലും ഇത്രയും പണിയെടുത്താൽ ഞാൻ രാഹുൽ മാങ്കുളത്തെ യൂത്ത് പ്രസിഡന്റാവും. ഈ പണിയെടുത്താൽ മതി. ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ ഗതിയിൽ ഒരു പണിയെടുത്ത് മുമ്പോട്ട് പോകും. സത്യത്തിൽ ഈ കൂടോത്രക്കാരൊക്കെ വിചാരിക്കരുത് ഇത് 21ാം നൂറ്റാണ്ടാണെന്നും 2024 കൂടോത്ര പ്രയോഗത്തിൽ നാണക്കേടിന്റെ പടുകുഴിയിൽ സംസ്ഥാന കോൺഗ്രസ്. മുതിർന്ന നേതാക്കൾ മൗനത്തിൽ ഒളിക്കുമ്പോൾ പരസ്യ പ്രതികരണവുമായി യുവാക്കൾ. തുടക്കമിട്ട് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി. സർക്കാർ മറച്ചുവെച്ച ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വിവരാവകാശ കമ്മീഷൻ. സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച കമ്മീഷൻ റിപ്പോർട്ട് 2019 മുതൽ സർക്കാരിന്റെ കയ്യിൽ. വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ഒഴിച്ചുള്ളവ പുറത്തുവിടാൻ തടസ്സമില്ല. കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിൽ ചേർത്തതിൽ വെട്ടിലായി CPM. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശരത്ചന്ദ്രനെ പാർട്ടിയിലേക്ക് ആനയിച്ചത് മന്ത്രി വീണ ജോർജും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും. BJPയിലായിരുന്നപ്പോഴാണ് പ്രതിയായതെന്ന് വിചിത്ര വിശദീകരണം. കോട്ടയത്തെ പണി തീരാത്ത ആകാശപാത പൊളിച്ചു കളയാൻ അനുവദിക്കാതെ ഉപവാസവുമായി തിരുവഞ്ചൂർ. പിന്തുണയുമായി രമേശ് ചെന്നിത്തല. തൃശ്ശൂരിലെ ആകാശപാത നല്ലതാണ്. കോട്ടയത്ത് മാത്രം UDFന്റെ MLA ആയതുകൊണ്ടാണ് ഇത് പൊളിച്ചു കളയണമെന്ന് പറയുന്നത്. മറ്റു രണ്ടെണ്ണം പൊളിച്ചു കളയുന്നില്ല. തിരുവഞ്ചൂരിനെതിരെ പ്രതിഷേധ മാർച്ചിന് CPM. സുരേഷ് ഗോപിയെ തുടർച്ചയായി പ്രശംസിക്കുന്ന തൃശൂർ മേയർക്ക് പിന്തുണയുമായി BJP. MK വർഗീസ് ജനകീയ മേയർ എന്ന് K സുരേന്ദ്രൻ. മന്ത്രിയെ പ്രശംസിച്ചതായി കണ്ടാൽ മതിയെന്ന് മേയർ. CPIക്ക് അതൃപ്തിയെങ്കിൽ സംസാരിച്ച് തീർക്കാമെന്നും MK വർഗീസ്. നീറ്റ് UG കൗൺസിലിംഗ് മാറ്റിവെച്ചു. പുതിയ തീയതി കോടതി വിധി പ്രകാരം. കേസ് പരിഗണിക്കുന്നത് മറ്റന്നാൾ. കോട്ടയത്ത് നിർത്തിയിട്ടിരുന്ന KSRTC ബസ് പിന്നോട്ട് നീങ്ങി മതിൽ തകർത്തു. അപകടം കോട്ടയം ഡിപ്പോയിൽ ഇന്ന് രാവിലെ. ഡ്രൈവർ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ബസ് പിന്നോട്ട് നീങ്ങി. വിടവാങ്ങൽ യൂറോ കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കണ്ണീർ. പോർച്ചുഗലിനെ തോൽപ്പിച്ച് ഫ്രാൻസ് സെമിയിൽ. ഷൂട്ടൌട്ടിൽ ഡിയഗോ കോസ്റ്റയ്ക്കും പോർച്ചുഗലിനെ രക്ഷിക്കാനായില്ല. കൂടോത്ര വിവാദത്തിൽ നിർണായകമായ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. കെ സുധാകരനെതിരെ കോൺഗ്രസിന്റെ ഏത് പ്രമുഖനാണ് കൂടോത്രം വെച്ചത്? ഇക്കാര്യം എന്താണ് സുധാകരൻ സംശയിക്കുന്നത്? ഈ വക കാര്യങ്ങളാണ്
കെ സുധാകരന്റെ വിശ്വസ്തനായ വിപിൻ മോഹൻ ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയത്. വിപിൻ മോഹൻ നേരത്തെ കെ സുധാകരന്റെ സ്റ്റാഫ് അംഗമായിരുന്നു. മുൻ ലെയ്സൺ ഓഫീസറാണ് KPCC പ്രസിഡന്റിന്റെ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ആളാണ് വിപിൻ മോഹൻ. വിപിൻ മോഹൻ ന്യൂസ് 18 കേരളം സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡാൻ കുര്യനുമായി സംസാരിച്ചിരുന്നു. അതുമാത്രമല്ല, എന്തുകൊണ്ടാണ് കെ സുധാകരൻ ഈ കൂടോത്ര സാമഗ്രികൾ കണ്ടെടുക്കുവാൻ തീരുമാനിച്ചത്, എന്തിനാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ സഹായം ഇതിനായി തേടിയത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി വിപിൻ മോഹൻ പറയുകയുണ്ടായി. ഇക്കാര്യം ന്യൂസ് 18 കേരളം പുറത്തുവിട്ടതോടുകൂടി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന കൂടോത്ര വിവാദം പുതിയ തലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടതിനാലാണ് സുധാകരൻ കൂടോത്രം തനിക്കെതിരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചതും അങ്ങനെ ഈ കൂടോത്രത്തിൽ ചെന്നെത്തിയതും എന്നാണ് വിപിൻ മോഹൻ പറഞ്ഞത്. വിപിൻ മോഹന്റെ വിശദമായ അഭിമുഖം കേൾക്കാം. സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായ ഒരാൾ KPCC അധ്യക്ഷൻ്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയായിരുന്ന വിപിൻ മോഹൻ ന്യൂസ് 18നോടൊപ്പം ചേരുകയാണ്. വിപിൻ, കേരള രാഷ്ട്രീയം ഞെട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ കൂടോത്ര വിവാദവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കണ്ട്. ഇത് എന്ന് സംഭവിച്ചതാണ് യഥാർത്ഥത്തിൽ? കൃത്യമായ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത് കണ്ടെത്തുന്ന സമയത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ MP അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അവിടേക്ക് വിളിച്ചു വരുത്തിയതാണോ, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നതാണോ? അദ്ദേഹത്തെ അവിടെ വിളിച്ചു വരുത്തിയതാണ്. ഈ ആചാര്യൻ അവിടെ എത്തിയത് കെ സുധാകരൻ മുഖേനയാണോ അതോ രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖേനയാണോ? രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖേനയാണ് ആചാര്യൻ അവിടെ എത്തുന്നത്. പിന്നെ അവിടെ സംഭവിച്ചത് എന്താണ് ഇങ്ങനെ ഇദ്ദേഹം ഇവിടേക്ക് എത്താൻ ഇടയാക്കിയ സാഹചര്യം എന്തായിരുന്നു? സുധാകരൻ സാറിന് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പുള്ളിക്ക് നിരന്തരമായ ശാരീരിക അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഓരോ അസുഖങ്ങളായിട്ടുണ്ടായി. പലതരം മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും യാതൊരുവിധ അസുഖങ്ങളോ ഒന്നും കണ്ടെത്താൻ മെഡിക്കൽ ബോർഡിനോ ഡോക്ടേഴ്സിനോ ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ തുടർന്നാണ് ഇങ്ങനെയൊരു നെഗറ്റീവ് എനർജിയുടെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് പല കോണിൽ നിന്നും പലരും പറയുകയും രാജ്മോഹൻ ഉണ്ണിത്താൻ MP അത് ഇങ്ങനെ ആയിരിക്കും, അത് നമുക്ക് നോക്കാം, ഇങ്ങനെ ഒരു ആചാര്യനുണ്ട് എന്ന് പറയുകയും അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുകയും അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുകയും വന്നിട്ട് ഇത് എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ആചാര്യൻ ആരാണ്? ആചാര്യൻ ഒരു ജ്യോത്സ്യർ പോലുള്ള ഒരു ആളാണ്. ആളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇത് ഏത് സമയത്താണ്? ഇത് രാത്രിയാണെന്നറിയാം, ആ ദൃശ്യങ്ങൾ അത് വ്യക്തമാണ്. ഏകദേശം ഇത് പുലർച്ചയിലാണോ ഇങ്ങനെ ഒരു ഇത് നടക്കുന്നത് അവിടെ? ഇങ്ങനെ പുലർച്ചെയല്ല, രാത്രി അർദ്ധരാത്രിയോട് കൂടിയാണ്. ഇത് ഏത് രൂപത്തിൽ എങ്ങനെയായിരുന്നു? ഈ കന്നിമൂലയിലാണ് എന്ന് ഇദ്ദേഹം കണ്ടെത്തിയത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കോമ്പസും വേറൊരു മെഷീനും ഉണ്ടായിരുന്നു. അത് പുള്ളി മണ്ണിൽ നിന്ന് ആ ഒരു എനർജി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു പുള്ളിയുടെ. ഇതുവരെ അങ്ങനെ ഒരു സിസ്റ്റം ആരുടെ കയ്യിലും കണ്ടിട്ടില്ല. പുള്ളി അതിലൊരു മികച്ച ഒരാൾ തന്നെയാണ്. അങ്ങേരാണ് അത് കണ്ടെത്തിയതും അത് പുറത്തേക്കെടുത്തതും. ഇത് മണ്ണിൽ കുഴിച്ച നിലയിലായിരുന്നു? ആണ്. 3 അടി താഴ്ചയിലോളമായിരുന്നു ഈ സാധനം ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം, 3 അടി താഴ്ചയിൽ കെ സുധാകരൻ്റെ വീടിൻ്റെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്ട് വലിയ 8 അടി പൊക്കത്തിൽ മതിലുള്ള, പോലീസിൻ്റെ കാവലുള്ള, CCTV നിരീക്ഷണം സദാസമയം ഉള്ള ഒരു വീടാണ്. ആ വീടിൻ്റെ കന്നിമൂലയിൽ 3 അടി താഴ്ചയിൽ കൈകൊണ്ട് ആർക്കും കുഴിക്കാൻ കഴിയില്ല. സ്വാഭാവികമായി ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ വീട്ടുമായി ആത്മബന്ധമുള്ള ഒരാൾക്കല്ലാതെ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ? അതുതന്നെയാണ് എൻ്റെയും കെ സുധാകരനുമായി അടുത്ത് ബന്ധപ്പെടുന്ന ആളുകളുടെയൊക്കെ സംശയം. അതാണ്, ഇതാരവിടെ ചെയ്തു? ഇത്രയും സെക്യൂരിറ്റിയും CCTV ഉള്ള സ്ഥലത്ത് ഇത്രയും ആളുകളുടെ കണ്ണ് വെട്ടിച്ച് ആർക്കത് ചെയ്യാൻ കഴിയും? ഈ CCTV കൃത്യമായി പരിശോധിച്ചാൽ അത് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ലേ? പക്ഷെ അത് അന്ന് നമ്മൾ പരിശോധിച്ചിരുന്നു. അപ്പോൾ അന്നൊന്നും കണ്ടില്ല. ഇത് എത്ര കാലം മുമ്പ് ഇട്ടതാണ്. കുഴിച്ചിട്ടത് എപ്പോഴാണെന്ന് അറിയത്തില്ല. അതെ, CCTVയുടെ സ്റ്റോറേജിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ അതിന് മുകളിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നെ അതിൽ ഇത് കിട്ടിയത് കൊണ്ട് വിശദമായിട്ട് പിന്നെ അങ്ങനെ നോക്കാൻ നിന്നിട്ടില്ല.
ഓക്കെ, അന്ന് ഇത് കണ്ടെത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഇത് കണ്ടെത്തുന്ന സാഹചര്യത്തേക്ക് നിങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകളെ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു അസ്വാഭാവികത തോന്നാൻ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടായിരുന്നോ? ഇല്ല, നിരന്തരമായ ഈ ശാരീരിക പ്രശ്നങ്ങളും പിന്നെ ഓരോ കേസുകളും സുധാകരൻ സാറ് ഇല്ലാതെ കേസുകൾ തന്നെ വരികയും സോഷ്യൽ മീഡിയയിലായാലും മീഡിയാസിലായാലും നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കാൻ തുടങ്ങി. അത് തികച്ചും KPC പ്രസിഡന്റിനെ അത് രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ അങ്ങനത്തെ നീക്കങ്ങൾ നടക്കുന്നതല്ലേ? അവിടെ ഒരു കൂടോത്ര പ്രയോഗത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, സുധാകരനെ പോലത്തെ ഒരു നേതാവിന് അങ്ങനെ ഒരു വാക്കുപിഴയോ മുന്നേ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ സുധാകരൻ്റെ നാൾ വഴികൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും അഗ്രസീവായൊരു പൊളിറ്റീഷ്യൻ കേരള കോൺഗ്രസ് തന്നെ, കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിൽ തന്നെ വേറൊരു നേതാവില്ല. അങ്ങനൊരു നേതാവിന് ഈ KPC പ്രസിഡന്റ് ആയതിനു ശേഷം ഈ അടിക്കടി വന്ന നാക്കുപിഴകളും അസുഖങ്ങളും പുള്ളി ഒരു ലൈംലൈറ്റിൽ നിന്ന് പുറകോട്ട് പോകുന്ന പോലെ നമ്മൾക്ക് തോന്നി. അല്ല, ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എയിംസിലടക്കം, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിലടക്കം ചെക്കപ്പ് ചെയ്തു. പല കേരളത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ചെക്കപ്പ് ചെയ്തു, എറണാകുളത്ത്. പക്ഷേ എവിടെ നിന്നും അങ്ങനെ ഒരു ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ടുകളും നമ്മൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെയും ഇതെന്തുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ പ്രശ്നം വരുന്നു, തലകറക്കം, അങ്ങനെ പല അസ്വസ്ഥതകളും പുള്ളിക്ക് വന്നുകൊണ്ടിരുന്നു. സ്കിന്നിന് പല പ്രശ്നങ്ങളും വന്നു. ഇപ്പോഴും പുള്ളി അത് അലർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഈ ആദ്യ സ്ഥലത്ത് നിന്ന് ഇത് കണ്ടെത്തുന്നു. ഇത് കണ്ടെത്തിയതിന് ശേഷം ഈ നേരിട്ടിരുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ മാറ്റം വരാതിരുന്നതിനെ തുടർന്നാണോ പിന്നീട് 3 സ്ഥലങ്ങളിൽ കൂടി ഇതേപോലെ ഈ തകിടുകൾ കണ്ടെത്തിയെന്നാണ് ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന വിവരം? അത് എന്താണ് അങ്ങനെ ഒരു കാര്യമുണ്ടോ? എന്താണ് അതിൽ സംഭവിച്ചിരിക്കുന്നത്? അത് ഇതെടുത്തതിന് ശേഷം കുറച്ച് റിലീഫ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നെ ഒരു മാസം കഴിയുമ്പോഴേക്കും അത് മൂർച്ച കൂടുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് വീണ്ടും ആചാര്യനായി ബന്ധപ്പെട്ടപ്പോൾ വീണ്ടും ഉണ്ട്, തിരുവനന്തപുരത്തും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതും, മുന്നേ താമസിച്ചിരുന്ന പേട്ട വീട്ടിൽ നിന്നും പുള്ളി വീണ്ടും കണ്ടെടുത്തു. അന്നേ ദിവസം തന്നെ KPC ഓഫീസിൽ അതേ ദിവസം തന്നെയായിരുന്നു, അത് സെയിം ഡേ ആയിരുന്നു. അന്ന് വൈകിട്ട് അല്ല, ഒരു ദിവസം വൈകിട്ടാണ്, രാത്രിയാണ് പേട്ടയിലെ വീട്ടിൽ നിന്ന് എടുത്തത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരുന്നു KPC ഓഫീസിൽ. അപ്പോൾ ഈ KPC ഓഫീസിലൊക്കെ പ്രത്യേകിച്ച് രാത്രിയിൽ പോലും അവിടെ ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പകൽ സമയത്ത് ഇത്രയും അധികം ആളുകളില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ കണ്ടെത്തുന്നത് മറ്റ് നേതാക്കന്മാരും കണ്ടില്ലായിരുന്നു? ഇല്ല, രാവിലെ ഏർലി മോർണിംഗ് ആയിരുന്നു പോയത്, 7 മണി സമയത്ത്. അത് പോയി ടേബിളിൻ്റെ അടിയിലാണെന്ന് പുള്ളി ഐഡൻറ്റിഫൈ ചെയ്തു. ടേബിൾ പൊക്കുമ്പോൾ ടേബിളിൻ്റെ കാലിൻ്റെ അടിയിൽ ഈ തകിട് മാത്രം ഉണ്ടാകുകയാണ് ചെയ്തത്. ഈ തകിടിൽ എന്തെങ്കിലും എഴുതിയിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു? അപ്പോൾ ഞാനത് തൊട്ടില്ല. ഡൽഹിയിലെ വസതിയിൽ നിന്നും ഇതേപോലെ സോഫയുടെ ഉള്ളിൽ നിന്നും കുറേ സാധനങ്ങൾ കിട്ടിയിരുന്നു. അപ്പോൾ ഡൽഹിയിലെ സ്റ്റാഫിനത് വിശ്വാസമില്ലാണ്ട് അവനെടുത്തത് കൈകൊണ്ട് കളഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം ആളുടെ കൈക്ക് മുഴുവൻ സ്കിൻ അലർജി വന്നു. കുറേ ദിവസം അതുകൊണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു. ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച ഒരു കാലത്ത് മുട്ടയ്ക്കകത്ത് കൂടോത്രം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ചാടിക്കിടക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം ഒരു നിസ്സാരനാണോ കോൺഗ്രസിനെ കേരളത്തിൽ നയിക്കുന്ന KPCC അധ്യക്ഷൻ എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഒരു വശത്ത് ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത്, അദ്ദേഹം ഇത് വിശ്വസിക്കാൻ ഇടയാക്കിയ എന്തെങ്കിലും സാഹചര്യമുണ്ടോ വ്യക്തിപരമായി ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കപ്പുറത്ത്? അനുഭവം തന്നെയാണല്ലോ ഏറ്റവും വലിയ ഗുരു. അത് ഓരോ ശാരീരിക പ്രശ്നങ്ങളും മറ്റു പല പ്രശ്നങ്ങളും പുറത്തു പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പരിഹാരം തേടി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ചോദിക്കാൻ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇങ്ങനെ കൂടോത്രം ഉണ്ടായി എന്ന കാര്യം ദേശീയ മാധ്യമങ്ങൾ വരെ വാർത്തയാക്കിയിരിക്കുകയാണ്. സ്വാഭാവികമായി അവിടെ ഉയർന്നു വരുന്ന അടുത്ത ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം, ഇതാരാണ് പിന്നിലെന്ന്. താങ്കൾ പറയുന്നതനുസരിച്ച് ഈ ആചാര്യൻ അദ്ദേഹത്തിൻ്റെ ഈ സംവിധാനങ്ങളൊക്കെ വെച്ച് അത് കണ്ടെത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് അതിന് പിന്നിലാരാണ് എന്ന കാര്യത്തിലും ഏകദേശം ഒരു സൂചന അദ്ദേഹത്തിനെങ്കിലും KPC അധ്യക്ഷനെങ്കിലും ഈ പറയപ്പെടുന്ന ആചാര്യൻ നൽകിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും കൃത്യമായ പ്രതികരണം അദ്ദേഹം നിങ്ങളോട് നടത്തിയിട്ടുണ്ട്? എന്താണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അതിനെക്കുറിച്ചുള്ള സൂചനകളൊക്കെ ഏതാണ്ട് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ ഫുൾ പ്രൂഫ് ഇനിയും കിട്ടിയിട്ടില്ല. ഏതാനും മിക്കവാറും കംപ്ലീറ്റ് ആയിട്ട് കിട്ടാനാണ് സാധ്യത.
അത് കിട്ടിയതിന് ശേഷം ബാക്കി പ്രതികരണം ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് വൈരം അതിൻ്റെ മൂർധന്യത്തിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷം മാത്രമാണ്. സർക്കാരിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്. അവിടെ സ്വാഭാവികമായി UDF അധികാരത്തിലേക്ക് വരുമെന്നൊരു പ്രതീതിയുണ്ട്. അവിടെ അദ്ദേഹത്തെ അധികാരസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള കോൺഗ്രസിനുള്ളിലെ തന്നെ ഒരു നീക്കമാണ് ഇതിന് പിന്നിലെന്ന ആക്ഷേപം പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. ഇതിൽ വസ്തുതയുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അതുതന്നെയാണ് അതിൻ്റെ മുഖ്യ മൂല്യകാരണം എന്നാണ് ഞാനും കരുതുന്നത്. അതിന് വരും ദിവസങ്ങളിൽ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യവുമാണ്. പിന്നെ കോൺഗ്രസ് പാർട്ടി KPC ഓഫീസിൻ്റെ ആസ്ഥാനത്ത് കയറി വെക്കണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർക്കല്ലാതെ വേറെ ആർക്കും അത് കഴിയുമില്ല. ഇത് ഒരിക്കൽ മാത്രം ഉണ്ടായ സംഭവമല്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അതായത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുൻപും ഇതേ നേതാക്കൾ തന്നെ ഇത്തരം ഈ പ്രവർത്തികളിൽ, ഹീനമായ പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായും. മുന്നേ സുധാകരൻ സാറിന് മുന്നേ ഉണ്ടായ 2 KPCC പ്രസിഡന്റുമാർക്കും ഇതേ ദുരനുഭവമായിട്ടുണ്ടല്ലോ. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറായിക്കഴിഞ്ഞാലും VM സുധീരൻ സാറായിക്കഴിഞ്ഞാലും ഇതിൻ്റെ ബലിയാടുകളാണല്ലോ. അവരും മാധ്യമങ്ങളിൽ മുന്നേ ഇത് പറഞ്ഞതാണ്. അന്നൊന്നും ഇത് ഇത്ര വിവാദമായി വരികയോ സീരിയസ് ആയി എടുക്കുകയോ ആരും ചെയ്തിട്ടില്ല. ഇത്രയും ശാരീരിക ബുദ്ധിമുട്ടും ഇതുകൊണ്ടുള്ള ഇത് അനുഭവിക്കുന്നതിന് ശേഷമാണ്. അതായത് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വീണ്ടും ഈ സമാനമായ തരത്തിലുള്ള കൃത്യം നടന്നതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? തീർച്ചയായും. അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ പോലും പലതരത്തിൽ നിന്നുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത് നടന്നു വരുന്നതെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ സംശയം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയേക്കാവുന്ന പ്രതികരണമാണ് KPCC അധ്യക്ഷൻ്റെ മുൻ സ്റ്റാഫ് അംഗമായിരുന്ന വിപിൻ മോഹൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് കോൺഗ്രസിലെ തന്നെ ഒരു പ്രമുഖ നേതാക്കളുടെ അറിവോടെയാണ് K. സുധാകരനെ അപായപ്പെടുത്താനുള്ളൊരു നീക്കം നടന്നിരിക്കുന്നതെന്നാണ് വിപിൻ മോഹൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അദ്ദേഹം ഹൈക്കമാൻഡ് നേതൃത്വത്തിനും KPCC നേതൃത്വത്തിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ഈ സംഭവത്തിൽ പാർട്ടി തല അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്തായാലും ഇനി KPCC അധ്യക്ഷനും രാജ്മോഹൻ ഉണ്ണിത്താൻ MP യും ഈ വിഷയത്തിൽ വിപിൻ നടത്തിയ ഈ വെളിപ്പെടുത്തലുകളോട് KPCC അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന പ്രതികരണം എന്താണ് എന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടോത്ര വിവാദം ന്യൂസ് 18 പുറത്തുവിട്ടതിന് ശേഷം അത് സ്ഥിരീകരിച്ചുകൊണ്ട് ആദ്യമായിട്ടാണ് ഒരു പ്രതികരണം വരുന്നത്. എന്തായാലും വിപിൻ മോഹൻ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിലെ തന്നെ ചില ഉൾപാർട്ടി പോരുകളാണ് ഇത്തരത്തിലുള്ള ഒരു കൂടോത്രത്തിന് വഴിവെച്ചത് എന്നത് തന്നെയാണ് വിപിൻ മോഹൻ പറയുന്നുണ്ട്. ചത്തത് കീചകരെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോൺഗ്രസിൽ തന്നെ നേരത്തെയും ഇത്തരത്തിലുള്ള കൂടോത്രം വെപ്പ് പരിപാടികൾ ഉണ്ടായിരുന്നു. VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും എതിരെയും ഇത്തരം കാര്യങ്ങൾ നടന്നിരുന്നതാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18 കേരളം സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡാനാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. വിപിൻ മോഹനുമായി അഭിമുഖം നടത്തിയതും ഡാൻ കുര്യൻ തന്നെയാണ്. ഡാൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി തിരുവനന്തപുരം ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഡാൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിപിൻ മോഹൻ പറയുന്നത് എന്താണോ സുധാകരൻ പറയാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. വിപിൻ ഒരു നിഴല് പോലെ K. സുധാകരന്റെ കൂടെ നടന്നിട്ടുള്ളയാളാണ്. ഈ കൂടോത്രം കണ്ടെടുക്കുന്ന സമയത്തും വിപിൻ ഒപ്പമുണ്ടായിരുന്നു. ലൈസൺ ഓഫീസർ ടു KPCC പ്രസിഡന്റ്, അതായിരുന്നു അന്ന് വിപിൻ മോഹന്റെ പദവി. അതിനുശേഷം ചില കാരണങ്ങളാൽ ഇപ്പോൾ മാറി നിൽക്കുകയാണ് ആ പദവിയിൽ നിന്ന്. എങ്കിലും K. സുധാകരനൊപ്പം വിപിൻ മോഹനെ പലപ്പോഴും കാണാറുള്ളതുമാണ്. അപ്പോൾ വിപിൻ പറയുന്നത് K. സുധാകരൻ പറയുന്നതിന് തുല്യം എന്ന് തന്നെ പറയേണ്ടി വരുമല്ലോ. മഞ്ജുഷ്, ഇവിടെ പ്രസക്തമാകുന്ന കാര്യം വിപിൻ മോഹൻ്റെ പ്രതികരണം നമ്മൾ ഈ വിഷയത്തിൽ തേടിയതിലേക്ക് നമ്മളെ എത്തിച്ചത് ഈ ദൃശ്യങ്ങൾ, പുറത്തു വന്ന ഈ ദൃശ്യങ്ങളിലെ ശബ്ദ സംഭാഷണത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനും K. സുധാകരൻ MPക്കും അപ്പുറം മറ്റൊരു ശബ്ദം കൂടി വ്യക്തമായി തന്നെ കേൾക്കാം. ആ മൂന്നാമത്തെ ശബ്ദം വിപിൻ മോഹൻ്റേതായിരുന്നു. K. സുധാകരനോടൊപ്പം വിപിൻ മോഹനും അദ്ദേഹത്തിൻ്റെ നടാലിലുള്ള വീട്ടിൽ ഈ ആചാര്യരെത്തി ഈ കൂടോത്രം പുറത്തേക്കെടുക്കുന്ന സമയത്ത് അവർക്കൊപ്പം ഈ വിപിൻ മോഹനും ഉണ്ടായിരുന്നു. KPCC അധ്യക്ഷൻ്റെ പ്രതികരണവും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പ്രതികരണവും ആവർത്തിച്ച് തേടിയിട്ടും അവർ ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആരൊക്കെയാണോ അവരുടെ പ്രതികരണമാണ്. അങ്ങനെ നമ്മൾ പല വഴിയെ ശ്രമിച്ചു. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായത് വിപിൻ മോഹൻ്റെ പ്രതികരണമാണ്. ആ പ്രതികരണത്തിലാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാവുന്ന നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിലെ തന്നെ ഒരു പ്രമുഖനാണ് KPCC അധ്യക്ഷനെ
ദുർബലപ്പെടുത്താൻ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിപ്പിക്കാനായി ഇങ്ങനെ കൂടോത്രം ചെയ്തത് എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ എന്ന തരത്തിലാണ് ബിപിൻ മോഹൻ നമുക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം. അതോടൊപ്പം ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ ആ നീക്കം തുടരുകയാണ് എന്നും എടുത്തു പറയുമ്പോൾ ഈ കൂടോത്ര വിവാദം 1.5 വർഷം മുമ്പത്തെ ദൃശ്യങ്ങളും ശബ്ദ സംഭാഷണവുമാണ് പുറത്തു വന്നതെങ്കിലും സമാനമായ രീതിയിൽ അദ്ദേഹത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം അദ്ദേഹത്തിൻ്റെ എതിരാളികൾ രാഷ്ട്രീയത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ, കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ തുടരുകയാണ് എന്ന വിവാദമാകുന്ന വെളിപ്പെടുത്തലാണ് വിപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി കോൺഗ്രസ് നേതാക്കളാരും പരസ്യമായ പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് പരസ്യമായി പ്രതികരിക്കാതിരിക്കാൻ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വത്തിന് കഴിയാതെ വരും. അതോടൊപ്പം ദേശീയ നേതൃത്വവും ഇതിനെ ഗൗരവമായി തന്നെ കാണും. കാരണം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള 2 പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് ഇത്തരത്തിലൊരു കൂടോത്രം ചെയ്ത് അവരെ നശിപ്പിക്കാനുള്ള നീക്കം നടന്നതെന്ന വാർത്ത പുറത്തു വന്നത്. ആദ്യം കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന് നേരെ അന്ന് അദ്ദേഹം ഇത് ആരോപണമായി ഉന്നയിച്ചു. പക്ഷേ അതെല്ലാവരും തള്ളിക്കളഞ്ഞു. പക്ഷേ ദൃശ്യങ്ങൾ സഹിതം K സുധാകരനെതിരെ നടന്ന ഈ നീക്കം അത് പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ ഇനി അങ്ങ് കൈകഴുകാൻ അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിച്ച് മാറി നിൽക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും ആവില്ല. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ആരും പ്രതികരിക്കുന്നില്ല. പക്ഷേ ആദ്യമായിട്ട് കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു ശബ്ദം പുറത്തു വന്നിരിക്കുകയാണ്. അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടേതാണ്. അബിൻ പറഞ്ഞിരിക്കുന്നത് ഇത് ശരിയായ കാര്യമല്ല കോൺഗ്രസിൽ നടക്കുന്നത് എന്നാണ്. അതുമാത്രമല്ല, പരിഹാസത്തിന്റെ ചുവയുണ്ടായിരുന്നു ഇന്ന് അബിൻ വർക്കിയുടെ വാക്കുകളിൽ. അത് കേൾക്കാം. പണിയെടുക്കാതെ ഈ പാർട്ടിയിൽ ഏതായാലും പാർട്ടി ഉണ്ടാവില്ല. ഇപ്പൊ കൂടോത്രം വെച്ചാലും പാർട്ടി ഉണ്ടാവില്ല. അതാണ് യാഥാർത്ഥ്യം. അല്ല, യാഥാർത്ഥ്യങ്ങളാണ്. കാരണം എന്താ, സത്യത്തിൽ നിങ്ങൾ ആലോചിക്കും, ഈ കൂടോത്രം വെക്കുന്നതിന് എന്നാ പാടാണ്. ഇപ്പൊ ഞാന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കൂടോത്രം വെക്കാൻ തീരുമാനിക്കാം. അപ്പൊ ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ മുഴുവൻ നാള്, ജനന തീയതി, അതിന്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ പോയി കാണണം. ആ മന്ത്രവാദിയെ പോയി കണ്ട് എനിക്ക് വേണ്ട രീതിയിൽ ആ കൂടോത്രം ആക്കണം. അപ്പൊ അതിന് മന്ത്രവാദിക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം. ഇനി ഞാൻ അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി അവർ കുറെ സാധനങ്ങൾ തരുമല്ലോ, അതൊക്കെ ഞാൻ വളരെ സുരക്ഷിതമായി സീക്രട്ടായി ഞാൻ കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടം ഇല്ലാത്ത ദിവസം അയാളുടെ വീട്ടിൽ മതിലിയാടി കിടന്ന് ആ വീടിന്റെ കന്നിമൂല ഏതാണെന്ന് ഞാൻ നോക്കി ആ കന്നിമൂലയിൽ ചെന്ന് CCTV മറിച്ച് ഞാൻ കുഴിച്ചിടണം. അത് കുഴിച്ചിട്ട് ആരും കണ്ടില്ല എന്ന് ഉറപ്പുവരുത്തി പിറ്റേന്നാൾ മുതൽ രാഹുൽ മാങ്കൂട്ടം നശിക്കണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. എന്ന് ആലോചിച്ചേ. അത് മാത്രമല്ല, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം MP ആണെങ്കിൽ ഞാൻ ഡൽഹിയിൽ ഫ്ലൈറ്റ് കയറി ഡൽഹിയിൽ ചെന്ന് MP-യുടെ കട്ടിലിന് താഴെ ഇത് ആരും കാണാതെ കൊണ്ടുവയ്ക്കണം. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ ഓഫീസിൽ, KPCC ഓഫീസിൽ അവിടെ വെക്കണമെങ്കിൽ ഈ KPCC-യിൽ ഇത്രയും CCTV മറിച്ച്, ഈ ഭാരവാഹികൾ മുഴുവൻ മറിച്ച് ഞാൻ ഇത് മുഴുവൻ അവിടെ കൊണ്ടുവയ്ക്കണം. സത്യത്തിൽ ഇത്രയും പണിയെടുത്താൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവും. ഈ പണിയെടുത്താൽ മതി. ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല സാധാരണ ഗതിയിൽ ഒരു പണിയെടുത്ത് മുമ്പോട്ട് പോകാൻ. സത്യത്തിൽ ഈ കൂടോത്രക്കാരൊക്കെ വിചാരിക്കുന്നത് ഇത് 21-ാം നൂറ്റാണ്ടാണെന്നും 2024 ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോട് സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ഇവിടെ പറഞ്ഞു തീർത്ത അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് ഇത് എന്നുള്ളത് കണ്ടെത്തി വേണം. ഈ കൂടോത്രമൊക്കെ വരുമാനമാർഗമാക്കിയവരും മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങിയവരും ആയ വ്യക്തികൾ, അല്ലെങ്കിൽ ആരാണെങ്കിലും അവർക്ക് ഇതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് കൂടോത്രം ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പണിയെടുത്താലേ പാർട്ടി ഉണ്ടാവുകയുള്ളൂ. 2 പണിയെടുത്താലേ നിങ്ങൾ നേതാക്കന്മാരാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബൂത്ത് തലത്തിൽ ഈ ഒരു പ്രവർത്തനത്തിനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി രൂപം കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നൽകിയത്. ഡാൻ, എന്തായാലും മുതിർന്ന നേതാക്കൾ ഇപ്പോഴും മിണ്ടുന്നില്ല, ഒന്നും അവർ മൗനത്തിൽ ഒളിക്കുകയാണ്. പക്ഷേ അബിന്റെ വാക്കുകൾ അത് കുറുക്കിക്കൊള്ളുന്നതായി മാറിയിട്ടില്ലേ? അത് കൂടോത്രം വെച്ചവർക്ക് മാത്രമല്ല, ഈ കൂടോത്രം തേടിപ്പോയ K സുധാകരനിലും ചെന്നെത്തുകയാണല്ലോ ആ പരിഹാസത്തിന്റെ അമ്പ്. ഇതിൽ വസ്തുതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് നടന്നിട്ടുണ്ട് എന്ന കൃത്യമായ
സമ്മതം തന്നെയാണ് മൗനമായി ഇരിക്കാൻ മുതിർന്ന നേതാക്കളെ പ്രേരിപ്പിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. രഹസ്യമായി ആണെങ്കിലും എല്ലാ നേതാക്കളും സമ്മതിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല. മുൻപ് KPCC അധ്യക്ഷന്മാരായിരുന്ന VM സുധീരനെതിരെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെയും സമാനമായ തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ VM സുധീരൻ പരസ്യമായി തന്നെ അദ്ദേഹം അതിൽ പ്രതികരണം നടത്തുകയും ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത വസ്തുക്കൾ പരസ്യമായി മാധ്യമങ്ങളെയൊക്കെ കാണിക്കുകയും ചെയ്തതാണ്. എന്തായാലും അത് മറ്റൊരു തലത്തിലേക്ക് മാറുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് മൗനം വിട്ട് കൃത്യമായി ഒരു പ്രതികരണത്തിലേക്ക് കടക്കേണ്ടത് അനിവാര്യതയായി മാറുന്ന സാഹചര്യം ഉരുത്തിരിയും. സ്വാഭാവികമായി കോൺഗ്രസിലെ തന്നെ ഒരാളാണ്, കോൺഗ്രസിലെ തന്നെ ഒരു പ്രമുഖനാണ് KPCC അധ്യക്ഷനെതിരെ ഇങ്ങനെയൊരു നീക്കം നടത്തിയതെന്ന് K. സുധാകരനോടൊപ്പം വന്നുണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ബിപിൻ നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ KPCC നേതൃത്വമോ ദേശീയ നേതൃത്വമോ ഇതുമായി ബന്ധപ്പെട്ട പാർട്ടി തലത്തിലുള്ള അന്വേഷണം നടത്താനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. ശരിയാണ് ഡാൻ. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇന്നലെ തന്നെ ഈ വിഷയം CPM ഏറ്റെടുത്തിരുന്നു. പരിഹാസത്തിന്റെ ചുവയായിരുന്നു CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് മാത്രമല്ല, നിയമസഭയിൽ പോലും ഈ വിഷയം പരിഹാസ രൂപേണ ഉയർന്നു വന്നിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ നിയമസഭയിലെ ഒരു ചർച്ചയ്ക്കിടെ, നിയമസഭയിൽ ഈ റോഡിലെ കുഴിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്കിടെ പരിഹാസ രൂപേണ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിന് സതീശന്റെ മറുപടിയും ഉണ്ടായിരുന്നു. അതിലേക്ക് സർ, റോഡിന്റെ ക്വാളിറ്റിയാണ് സാർ. ഈ പറഞ്ഞ റോഡ് ചിലത് കയറുന്നുണ്ട് സാർ, ചിലത് കുടിവെള്ളത്തിന് കയറുന്നുണ്ട് സാർ, ചിലത് വൈദ്യുതി ലൈനിന് കയറുന്നുണ്ട് സാർ, ചിലത് ട്രാഫിക് ലൈനിന് കയറുന്നുണ്ട്, സിഗ്നൽ ലൈറ്റിന് കയറുന്നുണ്ട് സാർ, ചിലത് പല കാര്യങ്ങൾക്ക് കയറുന്നുണ്ട് സാർ, ചിലത് കൂടോത്രത്തിന് കയറുന്നുണ്ട് സാർ. ഇങ്ങനെ റോഡുകൾ പലതും കുഴിയായി മാറുന്നുണ്ട്. ആ കുഴിയായി മാറുന്ന റോഡുകൾ, കേരളത്തിൻ്റെതായ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യണം സാർ. അതിന് എന്താണ് സർക്കാർ ചെയ്തിട്ടുള്ള കാര്യം? അതോടൊപ്പം തന്നെ റോഡുകൾ, സംസ്ഥാനത്തെ റോഡുകൾ ആകെ തകർന്നു കിടക്കുകയാണ്. ഇപ്പൊ ഇന്നലെ മന്ത്രി റിയാസ് പറഞ്ഞിരുന്നു ചില ആളുകൾ കൂടോത്രത്തിന് വേണ്ടി റോഡ് കുഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അല്ല, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതാകുമ്പോ കുഞ്ഞനം കുത്തി കാണിക്കാന്ന് കേട്ടിട്ടില്ലേ? അതാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിലെ 90% റോഡുകൾ റെഡിയാണെന്നാണ് പറയുന്നത്. നമ്മളാരും മനുഷ്യരല്ല റോഡിൽ കൂടി നടക്കുന്നതെന്ന് തോന്നിപ്പോകും. മറ്റൊരു വാർത്തയിലേക്ക്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന നിർണായക ഉത്തരവ് നൽകിയിരിക്കുകയാണ് വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ AA അബ്ദുൽ ഹക്കീമിൻ്റെതാണ് ഈ ഉത്തരവ്. ഒരു വിവരവും മറച്ചു വെക്കരുതെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. 2019 ഡിസംബർ 31 ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത്. പക്ഷേ ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഒരു ശുപാർശയും ഇതുവരെ സർക്കാർ നടപ്പാക്കിയിട്ടുമില്ല. ഇതിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നു വന്നിരുന്നതാണ്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളും നിർദ്ദേശങ്ങളും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടെന്നും വ്യക്തമായ തെളിവുകൾ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ട് എന്നും അന്ന് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ മറച്ചുവെച്ചതിനെതിരെ WCC രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം വന്നിരിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV അരുൺ ചേരുകയാണ്. VV അരുൺ, ഇക്കാര്യത്തിൽ ഒരു സംശയമുള്ളത്, അന്ന് തന്നെ ഈ രഹസ്യ വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട്, പല വ്യക്തികളുടെയും സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെ ഈ മൊഴികൾ നൽകിയപ്പോൾ തന്നെ ചിലർ തങ്ങളുടെ പേരുകൾ വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ ഇങ്ങനെയൊരു റിപ്പോർട്ട് നൽകുമ്പോൾ ഈ വെളിപ്പെടുത്താൻ പറ്റാത്തവ വെളിപ്പെടുത്തരുത്, അങ്ങനെ ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ടോ? മഞ്ജുഷ, 2017 ജസ്റ്റിസ് ഹേമ കമ്മീഷൻ രൂപീകരിച്ചത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു. അതിനെ തുടർന്ന് സിനിമാ മേഖലയിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യവുമായി സിനിമാ രംഗത്തെ നടികളുടെ സംഘടനയായ WCC തന്നെ രംഗത്ത് വന്നു. വിമൻ ഇൻ സിനിമ കളക്ടീവ് തന്നെ രംഗത്ത് വന്നു. അതിനെ തുടർന്നാണ് സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ നിയോഗിച്ചത്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, തൊഴിൽ ചൂഷണങ്ങൾ, അവഗണനകൾ എന്നിവ പഠിക്കുന്നതിന് ഇത്തരത്തിൽ രാജ്യത്ത് തന്നെ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ ഒരു കമ്മീഷനാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. സുപ്രസിദ്ധ സിനിമാ താരം നടി ശാരദയും അതുപോലെ തന്നെ AS ഉദ്യോഗസ്ഥയായിരുന്ന KB വത്സയും ഈ സമിതിയിലെ അംഗങ്ങളായിരുന്നു. വളരെ അധികം പഠനങ്ങൾക്ക് ശേഷം, മൊഴിയെടുപ്പുകൾക്ക് ശേഷമാണ് കമ്മീഷൻ 2019 ഡിസംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് റിപ്പോർട്ട് സമർപ്പിച്ചത്. സിനിമാ മേഖലയിലെ പല ബിംബങ്ങളുടെയും യഥാർത്ഥ രൂപം പുറത്തു കൊണ്ടുവരുന്ന, അവരുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരുന്ന പല കണ്ടെത്തലുകളും മൊഴികളും ഈ കമ്മീഷൻ ലഭിച്ചതായി അന്ന് തന്നെ സൂചനകളുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാകണം ഒരുപക്ഷെ സർക്കാർ ഇതുവരെയും ആ റിപ്പോർട്ട് പുറത്തുവിടാൻ
തയ്യാറായിരുന്നു. അതുകൊണ്ട് കൂടിയാകണം ഒരുപക്ഷെ സർക്കാർ ഇതുവരെയും ആ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല. ഇതിനെതിരെ WCC തന്നെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. 5 വർഷം പിന്നിടുമ്പോഴും അതിലെ ശുപാർശകൾ നടപ്പാക്കാനോ അല്ലെങ്കിൽ അതിലെ വിവരങ്ങൾ പുറത്തുവിടാനോ സർക്കാർ തയ്യാറായിട്ടില്ല. വലിയ നിയമ പോരാട്ടമാണ് വിവരാവകാശ നിയമപ്രകാരം ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. മാധ്യമപ്രവർത്തകരടക്കം നിരവധി പേർ ഇതിന്റെ റിപ്പോർട്ട് തേടി കമ്മീഷൻ സമീപിച്ചു. ഒടുവിൽ പല അപ്പീലുകൾ നൽകി. അതിനൊടുവിലാണ് ഇപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷൻ തന്നെ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വ്യക്തികളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന വിവരങ്ങൾ ഒഴികെ മറ്റെല്ലാ വിവരങ്ങളും പുറത്തുവിടണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഇത് ഉത്തരവ് സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും സർക്കാർ ഉത്തരവ് ലഭിച്ചതായി സ്ഥിരീകരിക്കുന്നില്ല. ഏതായാലും അധികം വൈകാതെ റിപ്പോർട്ട് പുറത്തുവരും. റിപ്പോർട്ടിലെ ശുപാർശകൾ പുറത്തുവരും. ഏതൊക്കെ മുഖമൂടികളാണ്, പൊയ്മുഖങ്ങളാണ് അഴിഞ്ഞു വീഴുന്നതെന്ന് കാത്തിരിക്കുകയാണ് കേരളം. എന്തൊക്കെ പീഡനങ്ങളാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്നത്. സാമ്പത്തികമായ അസന്തുലിതാവസ്ഥയുണ്ട് എന്ന വലിയ വിമർശനം നേരത്തെ ഉയർന്നു വന്നതാണ്. ശാരീരികമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന നടിമാരുണ്ട് എന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. അത്തരത്തിൽ സിനിമാ മേഖലയെ ബന്ധപ്പെട്ട ആ മേഖലയെ വലിയ രീതിയിൽ പിടിച്ചുകുലുക്കുന്ന ചില കണ്ടെത്തലുകൾ റിപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഒരുപക്ഷെ ഇതുവരെയും ആ റിപ്പോർട്ട് ഫ്രീസറിലായത്. ഇനി അധികം വൈകാതെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവരും. രാജ്യത്ത് തന്നെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത്തരമൊരു പഠനം സിനിമാ മേഖലയിൽ ഇതാദ്യമായാണ് നടന്നത്. വളരെയധികം പ്രാധാന്യത്തോടെ കേരളം കാത്തിരിക്കുന്ന, ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുന്ന റിപ്പോർട്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അത് അധികം വൈകാതെ പുറത്തുവരും. വ്യക്തികളുടെ സ്വകാര്യതയെ മാനിക്കാത്ത, അതായത് ഏതെങ്കിലും തരത്തിലുള്ള പീഡനം, ലൈംഗികമായ പീഡനം ആർക്കെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ അത്തരം വിവരങ്ങളൊക്കെ സ്വാഭാവികം മറച്ചു വെക്കേണ്ടി വരും. അവരുടെ പേരുകൾ, ഇരകളുടെ പേരുവിവരങ്ങൾ പുറത്തു വിടാനാകില്ല. അതൊഴികെയുള്ള എല്ലാ വിവരങ്ങളും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തുവിടാനാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് സർക്കാർ പുറത്തുവിടുന്നില്ല. ഇതിൽ വലിയൊരു വിമർശനമാണ് സർക്കാർ നേരിട്ടത്. ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം വന്നതോടുകൂടി റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ ബാധ്യസ്ഥരാകും. എന്തെല്ലാം കാര്യങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടാവും എന്നത് അതിനിർണായകമായി മാറുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. നിരവധി കേസുകളിൽ പ്രതിയായ കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിൽ ചേർത്ത് വെട്ടിലായിരിക്കുകയാണ് CPM പത്തനംതിട്ട ഘടകം. മലയാലപ്പുഴ സ്വദേശിയായ ശരൺ ചന്ദ്രനെയാണ് CPM ജില്ലാ സെക്രട്ടറിയും മന്ത്രി വീണ ജോർജും ചേർന്ന് മാലയിട്ട് സ്വീകരിച്ചത്. വിശദീകരണം പാർട്ടിയുടെ അടുത്തായിട്ട് വന്നിട്ടുണ്ട്. മുൻപ് RSSലും BJPയിലും പ്രവർത്തിച്ചയാളാണ് ശരൺ ചന്ദ്രൻ. ആ സമയത്തായിരുന്നു കാപ്പ കേസിൽ പ്രതിയായത് എന്നാണ് CPMന്റെ വിചിത്രമായ വാദം. CPM പത്തനംതിട്ട ഏരിയ കമ്മിറ്റി കുമ്പഴയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് നിരവധി കേസുകളിൽ പ്രതിയായ കാപ്പ കേസ് പ്രതിയും മലയാളപ്പുഴ സ്വദേശിയുമായ ശരൺ ചന്ദ്രനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, മന്ത്രി വീണ ജോർജ് എന്നിവർ ശരൺ ചന്ദ്രനെ മാലയിട്ടും മുദ്രാവാക്യം മുഴക്കിയുമായിരുന്നു സ്വീകരണം. ഹരിത സുധീഷ്, ലാല്, ചിന്നുലാല്, സന്തോഷ് കുമാർ, റിജോ, അച്ചു, അഭിലാഷ്, ബിച്ചു, സജു, വിഷ്ണു, ആദർശ്. സംഭവം വിവാദമായതോടെ വിശദീകരണമായി ജില്ലാ സെക്രട്ടറി രംഗത്തെത്തി. ശരൺചന്ദ്രൻ നിലവിൽ കാപ്പ പ്രതിയല്ലെന്നും കാലാവധി കഴിഞ്ഞു എന്നുമായിരുന്നു ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ പ്രതികരണം. മുൻപ് RSSലും BJPയിലും ഉണ്ടായിരുന്നപ്പോഴാണ് ആക്രമണ കേസുകളിൽ ശരൺ പ്രതിയായത്. പോലീസ് എടുക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ. അയാളൊരു സംഘടനയുടെ ഏരിയ പ്രസിഡന്റാണ്. അയാളെങ്ങനെയാണ് സാമൂഹ്യ വിരുദ്ധനാവുന്നത്? സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള ആളെ എങ്ങനെ ഏരിയ പ്രസിഡന്റ് ആക്കുന്നത്? പോലീസ് പറയുന്നത് ജില്ലയിൽ നിന്ന് പുറത്താക്കിയ ചില വാർത്തകളുണ്ട്. അങ്ങനെയൊന്നുമില്ല. അയാൾ കാപ്പ് ചുമത്തി, അയാൾ ജില്ലയിൽ നിന്ന് കാപ്പ ചുമത്തി ഒരാൾക്ക് വീട്ടിൽ താമസിക്കാൻ കഴിയുമോ? കാപ്പയല്ലേ, അതിൽ 15 15 അയാൾ പോലീസ് ജില്ല വിട്ടു പോകേണ്ടി വരും. ഒട്ടേറെ കേസുകളിൽ പ്രതിയായ ശരൺചന്ദ്രനെതിരെ പോലീസ് കാപ്പ ചുമത്തി നാടുകടത്താതെ താക്കി നൽകിയിരുന്നു. എന്നാൽ വീണ്ടും തുടർച്ചയായി കേസുകളിൽ പ്രതിയായതോടെ ശരൺചന്ദ്രനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. തുടർന്ന് ജൂൺ 23 പുറത്തിറങ്ങിയ ശേഷമാണ് ഇയാൾ CPMൽ ചേർന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കാപ്പ കേസ് പ്രതിയെ CPM സ്വീകരിച്ചതും പാർട്ടിയിൽ അംഗത്വം നൽകിയതും വലിയ വിമർശന വിധേയമായി മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രതികരിച്ചു. കുറ്റകൃത്യം ചെയ്തയാളെ BJP മാറ്റി നിർത്തിയതാണ്. ആ ആളെയാണ് ഇപ്പോൾ CPM സ്വീകരിച്ചത്. സംസ്ഥാന മന്ത്രി തന്നെ സ്വീകരണത്തിൽ മുന്നോട്ട് വന്നു. ഇതാണോ CPM നടത്തുന്ന തിരുത്തലെന്നും K. സുരേന്ദ്രൻ ചോദിച്ചു. കൊടും ക്രിമിനലുകളെ ഇപ്പോഴും പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ഞങ്ങളോട് സഹകരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ തെറ്റായ വഴിയിലേക്ക് നീങ്ങിയപ്പോൾ ഞങ്ങളവരെ മാറ്റി നിർത്തി. ഞങ്ങളുമായിട്ട് സഹകരിച്ചു പോയിരുന്ന ഒരു ചെറുപ്പക്കാരൻ തെറ്റായ വഴിയിലേക്ക് നീങ്ങി
കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് പതിവാക്കിയപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അയാളെ മാറ്റി നിർത്തി. ആരൊക്കെയാണ് അയാൾക്ക് സ്വീകരണം കൊടുത്തിരിക്കുന്നത്? സ്വീകരണം കൊടുത്തിരിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗം, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. എന്തോ വലിയ ഹരിശ്ചന്ദ്രന് സ്വീകരണം കൊടുക്കുന്നത് പോലെയാണ് വീണ ജോർജും ഉദയഭാനും പോയിട്ട് അവിടെ സ്വീകരണം കൊടുത്തിരിക്കുന്നത്. CPIM എങ്ങോട്ടാണ് പോകുന്നത്? എറണാകുളം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം അതിരൂക്ഷമായി മാറിയിരിക്കുകയാണ്. കണ്ണമാലിയിലും എടവനക്കാടും കടലാക്രമണം കാണാനായി കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടിടത്തും പ്രദേശവാസികൾ ഇപ്പോഴും പ്രതിഷേധത്തിലാണ്. ജില്ലാ കളക്ടറുടെ അഭ്യർത്ഥന കണക്കിലെടുത്ത് കണ്ണമാലിയിൽ ഈ മാസം 21 വരെ പ്രത്യക്ഷത്തിലുള്ള സമരം നിർത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ ഉറപ്പ് പാലിച്ചില്ലെന്നാരോപിച്ച് വൈപ്പിൻ എടവനക്കാട് വീണ്ടും സമരം തുടങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ എടവനക്കാട്ടെ ദുരിതബാധിത മേഖല സന്ദർശിച്ചു. കൊച്ചിയുടെ തീരമേഖലകൾ വളരെ കനത്ത നാശനഷ്ടമാണ് കടലാക്രമണം മൂലമുണ്ടാകുന്നത്. കണ്ണമാലിയിലും വൈപ്പിലും എല്ലാം തന്നെ സമാനമായ ദൃശ്യങ്ങൾ തന്നെയാണ്. എടവനക്കാട് വീണ്ടും കടൽക്ഷോഭം ഉണ്ടാകുന്നു. ഇന്ന് എടവനക്കാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സന്ദർശിച്ചു. VD സതീശനും ഹൈബീഡൻ MP അടക്കമുള്ള സംഘമാണ് ഇന്ന് സന്ദർശിക്കുകയും ചെയ്തത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയും ഇവിടുത്തെ സ്ഥിതിഗതികൾ നേരിട്ട് ബോധ്യപ്പെടുത്തുക, അത് നിയമസഭയിൽ ഉന്നയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത്. അദ്ദേഹം രാവിലെ ഇവിടെ എത്തുകയും അതോടൊപ്പം തന്നെ ഈ തീരദേശ മേഖലയിലെ റോഡുകൾ പൂർണ്ണമായും തന്നെ തകർന്നിരിക്കുകയാണ്. ഈ റോഡുകളുടെ എല്ലാം തന്നെ അവസ്ഥ ബോധ്യപ്പെടുകയും ചെയ്തു. ഒപ്പം തന്നെ ഇവിടെ തകർന്ന വീടുകൾ, ആളൊഴിഞ്ഞു പോയ സ്ഥലങ്ങൾ, ഇവിടങ്ങളിലെല്ലാം അദ്ദേഹം സന്ദർശനം നടത്തുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് പരാതി പറയുന്നതിന് വേണ്ടി തന്നെ ഇവിടെ കാത്തുന്നവരെല്ലാം പ്രതികരണങ്ങൾ വളരെ വൈകാരികമായിരുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അവർ ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നു. അതിന്റെ ഒരു നേർചിത്രം തന്നെയാണ് പ്രതിപക്ഷ നേതാവിനോട് അവർ സംസാരിക്കുകയും ചെയ്തത്. നിങ്ങളോട് കാല് പിടിച്ച് അപേക്ഷിക്കുന്നു. അതെന്താ ആ 10 ലക്ഷം പിന്നീട് കിട്ടുന്ന 5 എന്താ 50 ലക്ഷം രൂപയുടെ അതുകൊണ്ട് വളം ചെയ്യിക്കുന്നവർ കാശ് വേണ്ട. കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് ജിയോ ബാഗ് ഇടുന്നത് മാത്രമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. കാരണം ജിയോ ബാഗുകൾ കൊണ്ട് കടൽഭിത്തി അധിക കാലം നിലനിർത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് സർക്കാർ എന്ത് ചെയ്യുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. കാര്യമായ രീതിയിലുള്ള ഒരു പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തീരദേശവാസികൾ ഈ ദുരിതം അനുഭവിക്കുന്നത്. ഇവരെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ എന്ന് പോലും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. അവരുടെ വീടിനകത്താണ് വെള്ളം. വീടെല്ലാം കേടുപാടുകൾ പറ്റിക്കഴിഞ്ഞു. ഏത് സമയത്തും തകർന്നു വീഴാവുന്ന തലത്തിലേക്ക് വീടുകളാവുകയാണ്. എനിക്ക് സംശയം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇടപെടാത്തത്? ഇവിടെ നിന്നും ഇവരെ മുഴുവൻ എവിക്ട് ചെയ്യുക എന്നുള്ള ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിന്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ബന്ധപ്പെട്ട അധികൃതരെല്ലാം ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കുന്നത്. പൊതുവിൽ സർക്കാരും അതോടൊപ്പം തന്നെ CPM ജില്ലാ നേതൃത്വവും പറയുന്നത് കേന്ദ്ര സർക്കാരിനെ കൊണ്ടും സഹകരണത്തോടുകൂടി മാത്രം ഇത്തരം പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയുണ്ട്. അതുകൊണ്ട് MP കൂടി ഇക്കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ എന്ത് പ്രൊജക്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ട് നാളിതുവരെയായിട്ടും ഇത് സംബന്ധിച്ച് യാതൊരു രീതിയിലുള്ള ഒരു നിർദ്ദേശം പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് ഹൈബീഡൻ MP പറഞ്ഞു. NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എന്റെ ചോദ്യത്തിന് മറുപടിയായി കിട്ടിയത് 1 രൂപ പോലും കേന്ദ്ര സർക്കാർ തീരദേശത്തെ കടൽഭിത്തി പുലിമുട്ട് നിർമ്മാണത്തിന് വേണ്ടി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് ചോദ്യോത്തരവേളയിൽ ചോദിച്ചപ്പോൾ ഇതിനെ സംബന്ധിച്ച് യാതൊരു പദ്ധതിയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പുതിയ സെഷന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, 17ാം ലോക്സഭയിൽ നൽകിയ മറുപടി അതിനനുസൃതമായി ഒരു പദ്ധതിയും ഈ കഴിഞ്ഞ 8 വർഷമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും തീരദേശവാസികളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ തുടരുകയാണ്. കാരണം ഇതിൽ അടിയന്തരമായ നടപടികൾ ആരും തന്നെയും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ശാശ്വതമായ നടപടികളിലേക്ക് വളരെ പെട്ടെന്ന് നീങ്ങുമെന്ന് ആർക്കും തന്നെയും ഒരു വിശ്വാസവുമില്ല. ജിയോ ബാഗ് എന്ന പതിവ് താൽക്കാലിക സമ്പ്രദായങ്ങൾക്ക് തിരമാലകളെ തടുത്തു നിർത്താനും കഴിയില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, തീരദേശ മേഖലകൾ, കൊച്ചിയുടെ തീരദേശ മേഖലകളിൽ ഇനിയും സമരത്തിന്റെ വേലിയേറ്റമായിരിക്കും എന്ന് അതിൽ യാതൊരു സംശയവുമില്ല. കാരണം അവർക്ക് മറ്റ് വഴികളില്ലാതായിരിക്കുന്നു. പ്രതിഷേധം മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. വൈപ്പിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, News 18.
എറണാകുളത്തെ ഫോർട്ട് കൊച്ചി ബീച്ചും കടലെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ബീച്ചിൽ ശക്തമായ കടലാക്രമണമാണ്. അതുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് അങ്ങോട്ട് വരാൻ പോലും പറ്റുന്നില്ല. ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്ന വിദേശീയരും തദ്ദേശീയരുമായ ടൂറിസ്റ്റുകൾ ആദ്യം അന്വേഷിക്കുക ബീച്ചാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്ന് കാണിച്ചു കൊടുക്കാനില്ല. കഴിഞ്ഞ കുറേ നാളായി ഫോർട്ട് കൊച്ചി ബീച്ച് എന്നത് വന്നും പോയും ഇരിക്കുന്ന പ്രതിഭാസമാണ്. ഇടയ്ക്ക് തെളിയും, പിന്നെ കടൽ തന്നെ മൂടും. കാലവർഷം ശക്തമാകുമ്പോൾ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അധികമൊന്നും കാണാനില്ലാത്ത അവസ്ഥയാണ്. ബീച്ചില്ലെങ്കിലും മഴക്കാലത്തിന്റെ കാഴ്ചകൾ തീരത്ത് അവശേഷിക്കുന്നുണ്ട്. മഴ കൊണ്ട് നനഞ്ഞ മരങ്ങളും നടപ്പാതയും ആർത്തലയ്ക്കുന്ന കടലും ചിലർക്കെങ്കിലും പുതിയ അനുഭൂതികൾ നൽകുന്നുണ്ട്. മഴക്കാല ടൂറിസം എന്ന് പറഞ്ഞ് ആശ്വസിക്കാമെങ്കിലും ബീച്ച് തിരിച്ചു വന്നാലേ ഫോർട്ട് കൊച്ചി പഴയ ഫോർട്ട് കൊച്ചിയാകൂ. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് വെള്ളയിൽ ഹാർബറിന് സമീപം ചുഴലിക്കാറ്റിൽ മത്സ്യബന്ധന ബോട്ട് മുങ്ങി 2.5 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് വിലയിരുത്തൽ. രാത്രിയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ചുഴലിക്കാറ്റിലാണ് ബോട്ട് കടലിൽ മുങ്ങിയത്. ഹാർബറിൽ നിന്നും 1 കിലോമീറ്ററോളം മാറിയാണ് ബോട്ട് നങ്കൂരമിട്ടിരുന്നത്. സമീപത്തുണ്ടായിരുന്ന ബോട്ടുകളിലെ ജീവനക്കാർ നോക്കി നിൽക്കെ കാറ്റിൽ ഉയർന്നു പൊങ്ങിയ ബോട്ട് വെള്ളത്തിലേക്ക് ആഴ്ന്നുപോയി. 3 പേരുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടിന്റെ വില മാത്രം 1.5 കോടി രൂപയാണ്. വലകൾ, എൻജിൻ, സൗരോർജ്ജ സംവിധാനങ്ങൾ, ആധുനിക ആശയവിനിമയ മാർഗങ്ങൾ തുടങ്ങി ആകെ നഷ്ടം 2.5 കോടിയോളം. 50 തൊഴിലാളികളാണ് ബോട്ടിൽ ജോലി നോക്കിയിരുന്നത്. അത് ഇന്നലെ ഇവർ പണി കഴിഞ്ഞിട്ട് വെച്ചൊരു വള്ളമായിരുന്നു ഇത്. ഒരു 10-50 പേര് ജീവിക്കുന്ന ഒരു ഉപജീവന മാർഗ്ഗമാണിത്. അതിൽ കൂടുതൽ വെച്ചാൽ ഇവർ ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതിപ്പോൾ ഒരു സംരംഭം തുടങ്ങി കുറച്ചേ ആയിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു 1.25 കോടി ഉറുപ്പ്യൻ്റെ മുതലാണ് കിടക്കുന്നത്. പക്ഷെ ഇന്നലെ രാത്രി ആ ഒരു ചുഴലി അടിച്ചെന്നാണ് ഇത് കണ്ടവർ പറയുന്നത്. അങ്ങനെ സംഭവിച്ച ഈ ചുഴലിൽ പെട്ടതാണ് ഈ കാണുന്ന വെള്ളം കിടക്കുന്നത്. ഇതിപ്പോൾ ഒരു 50 പേരുടെ കുടുംബത്തിന്റെ ഉപജീവനമാർഗമായിട്ട് കണ്ടൊരു വെള്ളമാണ്. ഈ 50 കുടുംബം ഇപ്പം പട്ടിണിയിലേക്കാണ് നീങ്ങുന്നത്. അത്രയും 1.25 കോടി ഉറുപ്പ്യ കടം വാങ്ങിയിട്ടും മറ്റെല്ലാവരോടൊക്കെ വാങ്ങിയിട്ടൊക്കെ ചെയ്തൊരു ഒരുപാട് സ്വർണങ്ങളായിട്ടും ഒക്കെ പണയം വെച്ചിട്ട് വാങ്ങിയൊരു വഞ്ചിയാണിത്. അതാണിപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ നശിച്ചു പോയത്. സമാന രീതിയിൽ ആഞ്ഞടിച്ച മിന്നൽ ചുഴലിയിൽ കഴിഞ്ഞ വർഷവും ഈ പ്രദേശത്ത് 2 ബോട്ടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിരുന്നു. തിരിച്ചെടുക്കാനാവാത്ത വിധം ബോട്ട് നശിച്ചുപോയതോടെ വായ്പയെടുത്തും വട്ടിപ്പലിശക്ക് പണമെടുത്തും ബോട്ട് വാങ്ങിയ ഉടമകൾ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമായിരിക്കുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. തിക്കൊടി പള്ളിക്കര സ്വദേശിയായ 14 വയസ്സുകാരനാണ് രോഗം ബാധിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 3 കുട്ടികളാണ് കോഴിക്കോട്ടെ ആശുപത്രികളിൽ മരിച്ചത്. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ്. ആദ്യ മദർഷിപ്പ് ഈ മാസം 12-നാണ് തുറമുഖത്തെത്തുന്നത്. കപ്പലിന് വലിയ സ്വീകരണം ഒരുക്കാനുള്ള നടപടി സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. ഡിസംബറോടെ ആദ്യഘട്ട കമ്മീഷൻ പൂർത്തിയാകുമെന്ന് മന്ത്രി VN വാസവൻ അറിയിച്ചു. ആദ്യ ചരക്കു കപ്പലിന്റെ വരവ് ആഘോഷമാക്കാനാണ് സർക്കാർ തീരുമാനം. ചടങ്ങ് വിപുലമായി ആഘോഷിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ ചരക്ക് കപ്പലിനെ സ്വീകരിക്കും. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയും ചടങ്ങിനെത്തും. മുദ്ര തുറമുഖത്തെ ചരക്ക് കപ്പലാണ് ട്രയൽ റണ്ണിനായി എത്തിക്കുന്നത്. ഇതിനായി ചരക്ക് കപ്പൽ അവിടെ നിന്ന് ഉടൻ പുറപ്പെടും. ആദ്യഘട്ടത്തിൽ ചരക്കു നീക്കം കടൽ വഴിയായിരിക്കും. റോഡ് നിർമ്മാണം പൂർണ്ണമാകുന്ന മുറയ്ക്ക് മാത്രമേ പൂർണ്ണതോതിൽ പ്രവർത്തനം നടക്കൂ. റിംഗ് റോഡിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി തുടങ്ങി. റെയിൽവേ കണക്ടിവിറ്റിക്ക് അനുമതിയായി. ഈ വർഷം അവസാനം ആദ്യഘട്ട കമ്മീഷൻ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യം ട്രയൽ റൺ നടക്കും എന്ന നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടും. തുടർന്ന് ഈ വർഷം തന്നെ നമ്മുടെ പോർട്ട് കമ്മീഷൻ ചെയ്യാൻ കഴിയും. നമുക്ക് എത്തിച്ചേരുന്ന ഷിപ്പിൽ നിന്ന് ഏതാണ്ട് 1500ഓളം കണ്ടെയ്നറാണ് വരുന്നത്. ഇവിടെ ഇറക്കാൻ തക്ക രൂപത്തിൽ നമ്മുടെ പോർട്ട് സജ്ജമായി. അതിനാവശ്യമായ ക്രെയിൻ 32 എണ്ണമായിരുന്നു ചൈനയിൽ നിന്ന് വരേണ്ടത്. 31 ക്രെയിനും എത്തിച്ചേർന്നു. നമുക്ക് ആവശ്യമായ പശ്ചാത്തല സൗകര്യം എന്ന രൂപത്തിൽ കണ്ടെയ്നർ ബെർത്ത്
800 മീറ്റർ തീർന്നിട്ടുണ്ട്. അത് 400 മീറ്റർ സജ്ജമായി ഇറക്കാൻ തക്കരുത്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നമ്മുടെ കേരളത്തിൽ നിലവിൽ മാരിടൈം റോഡിൻ്റെ കീഴിൽ തന്നെ 17ഓളം പോർട്ടുണ്ട്. വിഴിഞ്ഞവും കൊല്ലവും ബേപ്പൂരും അഴീക്കലുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് ചരക്ക് ഗതാഗതത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്ന സാഹചര്യം കൂടി ഇതിനോടൊപ്പം സംജാതമാകും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. വാണിജ്യാടിസ്ഥാനത്തിൽ തുറമുഖ പ്രവർത്തനം സജ്ജമായി കഴിഞ്ഞതായി അധികൃതർ വ്യക്തമാക്കി. കണ്ടെയ്നറുകളുടെ നീക്കത്തിനായി 32 ക്രെയിനുകൾ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിക്കഴിഞ്ഞു. രാജ്യാന്തര കപ്പൽ പാതയ്ക്ക് തൊട്ടടുത്തതാണെന്നത് വിഴിഞ്ഞത്തിന്റെ ആകർഷണമാകും. മാത്രമല്ല 24 മീറ്റർ സ്വാഭാവിക ആഴമുണ്ടെന്നതും 800 മീറ്റർ ബെർത്താണ് സജ്ജമാക്കുന്നതെന്നതും പ്രത്യേകതയാണ്. കാത്തിരിപ്പിന് അങ്ങനെ വിരാമമാവുകയാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ്. ഈ മാസം 12-ന് തന്നെ ട്രയൽ റൺ നടക്കും. തുറമുഖം ഈ വർഷം തന്നെ കമ്മീഷൻ ചെയ്ത് നൽകാനാകുമെന്ന് തന്നെയാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം NG മിഥുൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ബിജെപിയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റിനെതിരെ കാപ്പ ചുമത്താൻ നീക്കമുണ്ടെന്ന് ആരോപണം ഉയർന്നിരിക്കുകയാണ്. തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ വലിയ വിജയത്തിൽ വിറളി പൂണ്ടാണ് ഈ നടപടിയെന്നാണ് ബിജെപിയുടെ ആരോപണം. ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിനെതിരായ ഈ നീക്കത്തിൽ DIG ഓഫീസിലേക്ക് ബിജെപി മാർച്ച് നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു ബിജെപി. ഇപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നത്? മഞ്ജുഷ, ഇതിപ്പോൾ പകപോക്കലിന്റെ ഒരു രാഷ്ട്രീയമാണ് തൃശ്ശൂരിൽ ഉണ്ടാകുന്നതെന്നാണ് BJP പറയുന്നത്. തൃശ്ശൂരിൽ BJP വലിയ രീതിയിൽ വിജയം നേടി അതിൽ അക്ഷീണം പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് BJP ജില്ലാ പ്രസിഡന്റ് KK അനിൽ കുമാർ. അപ്പോൾ ആ ഒരു നടപടി, ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിക്ക് CPM കൊടുക്കുന്ന ഒരു മറുപടി എന്ന രീതിയിലാണ് BJP പറയുന്നത്. അങ്ങനെ ഒരു പ്രതികാരം തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് CPM വളരെ ആസൂത്രിതമായി മുന്നോട്ട് നീങ്ങുന്നു. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഒരു കേസിലേക്ക് വന്നിരിക്കുന്നത്. CRPC 107 വകുപ്പ് പ്രകാരമാണ് കേസെടുക്കാനായിട്ട് ഈസ്റ്റ് പോലീസ് നിർദ്ദേശം, ഈസ്റ്റ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിനനുസരിച്ച് കോടതി അതിനനുസരിച്ച് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. അതുകൊണ്ട് സ്ഥിരം കുറ്റവാളി എന്ന ഒരു ലേബലിലേക്ക് വരുന്ന ഈ രീതിയിലേക്ക് ഇയാളുടെ പ്രവൃത്തികൾ മാറിയിട്ടുണ്ട് എന്ന രീതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അനീഷ ബുധനാഴ്ച കോടതി മുൻപാകെ ഹാജരാകുകയും ഇനി ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന ബോണ്ട് ഉൾപ്പെടെ എഴുതി നൽകുകയും വേണം. ഇതിനിടയിൽ മറ്റേതെങ്കിലും രീതിയിലൊരു കുറ്റം അല്ലെങ്കിൽ ആ രീതിയിൽ ഏതെങ്കിലും സമരപരിപാടിയിൽ പങ്കെടുക്കുക അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കേസെടുക്കുക കൂടി ചെയ്യാൽ അനീഷിനെതിരെ കാപ്പ വരെ ചുമത്താനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് ആസൂത്രിതമായി നീങ്ങുന്നു, BJP ജില്ലാ പ്രസിഡന്റിനെതിരെ ആസൂത്രിതമായി നീങ്ങുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് DIG ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തിയത്. ഈ മാർച്ച് പലതവണ മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് ബാരിക്കേഡുകൾ മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു. അതിനെതിരെ 3 തവണയാണ് ജലപീരങ്കി ഉപയോഗിക്കുകയും ചെയ്തത്. പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ തന്നെ പ്രതിഷേധിച്ച റോഡിൽ കുത്തിയിരിക്കുകയായിരുന്നു. ജലപീരങ്കി പ്രയോഗിച്ചതിൽ 2 പ്രവർത്തകർക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ ഈ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് BJP വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. KK അനീഷ് കുമാർ BJPയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തുവാനുള്ള നീക്കം നടക്കുന്നു എന്നാണ് BJPയുടെ ആരോപണം. തൃശൂരിൽ നിന്നാണ് അടുത്ത വാർത്തയും. തൃശൂർ മേയർ തുടർച്ചയായി മന്ത്രി സുരേഷ് ഗോപിയെ പ്രശംസിക്കുന്നത് വീണ്ടും വിവാദമാവുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഒരു വിവാദത്തിനും ഇല്ല എന്നാണ് മേയറായ MK വർഗീസ് പറയുന്നത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ് സുരേഷ് ഗോപിയുടെ ചടങ്ങിൽ പങ്കെടുത്തതും അദ്ദേഹത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞതും. വികസന പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാൻ കഴിയില്ല. നാടിന്റെ വികസനത്തിനായി കേന്ദ്രമന്ത്രിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നും MK വർഗീസ് വിശദീകരിക്കുന്നു. അതായത് ഇത്രയേ ഉള്ളൂ. അത് അങ്ങനത്തെ ഒരു വേദി വരുമ്പോൾ അപ്പൊ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണ വേദിയിൽ വരട്ടെ. CPM-ആയിട്ട് തന്നെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഞാൻ ഇപ്പോൾ CPM-മായി തന്നെ സഹകരിച്ച് മുന്നോട്ട് പോകും. കാരണം അങ്ങനെയാണ് ഞാൻ അന്ന് ജയിച്ചപ്പോൾ ആദ്യം എടുത്ത തീരുമാനം അതാണല്ലോ. ആ തീരുമാനത്തിൽ നിന്ന് ഇന്ന് വരെ ഒരു പോറലും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ എനിക്കില്ല. എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് വളരെ ആത്മാർത്ഥമായ പിന്തുണ എനിക്ക് CPM-ന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ LDF-ന്റെ ഭാഗത്തുനിന്നും എനിക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പ്രശംസിക്കുന്ന
തൃശൂർ മേയറെ അഭിനന്ദിക്കുകയാണ് BJP ചെയ്തത്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ന് ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. നല്ല മേയറാണ് തൃശൂരിൻ്റെതെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. ജനകീയനാണ് അദ്ദേഹം. BJPയിൽ ചേരണോ എന്ന് ചോദ്യമുന്നയിച്ചപ്പോൾ അക്കാര്യം മേയർ തീരുമാനിക്കട്ടെ എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. മറ്റു വാർത്തയിലേക്കാണ്. കോട്ടയത്ത് നിർത്തിയിട്ടിരുന്ന KSRTC ബസ് പിന്നോട്ട് നീങ്ങി മതിൽ തകർത്തു. കോട്ടയം ഡിപ്പോയിൽ ഇന്ന് പുലർച്ചെയാണ് ഈ അപകടമുണ്ടായത്. ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രസ് ക്ലബിന്റെ കോമ്പൗണ്ടിലേക്കാണ് വാഹനം ഇടിച്ചു കയറിയത്. ഡ്രൈവർ വാഹനം നിർത്തി ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്. ഹാത്രസ് ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ തെളിവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ മജിസ്ട്രേറ്റ് അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ കമ്മീഷൻ അപകട സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. കേസിലെ മുഖ്യപ്രതിയായ ദേവപ്രകാശ് മധുകറിനെ അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രിയാണ് ഡൽഹിയിൽ നിന്ന് UP പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അതിനിടെയാണ് വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചത് സ്വയം പ്രഖ്യാപിത ആൾ ദൈവമായ ഭോലെ ബാബ രംഗത്ത് വന്നത്. ഭോലെ ബാബയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് UP പോലീസ് ആവർത്തിക്കുന്നതിനിടെയായിരുന്നു ഈ പ്രതികരണം. സംഭവത്തിൽ അതിയായ ദുഃഖമുണ്ടെന്നും കുറ്റക്കാരെ വെറുതെ വിടില്ലെന്നും ഇക്കാര്യത്തിൽ വിശ്വാസമുണ്ടെന്നും ഭോലെ ബാബ പറയുന്നു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുകയാണ്. 5 ദിവസത്തിനിടെ 493 പേർക്ക് ഡെങ്കിപ്പനി, 158 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. 69 പേർക്ക് എലിപ്പനി, 64 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എയും 21 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയും 6 വെസ്റ്റ് നൈൽ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5 ദിവസത്തിനിടെ 55,830 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. ഇന്നലെ മാത്രം 11,438 പേരാണ് ചികിത്സ തേടിയത്. അസം ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി അതിരൂക്ഷമായി തുടരുകയാണ്. അസമിൽ 30 ജില്ലകളിലായി 24 ലക്ഷം പേരെയാണ് പ്രളയം ബാധിച്ചിരിക്കുന്നത്. പലയിടത്തും നദികളിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ്. ധുബ്രി ജില്ലയിലാണ് സ്ഥിതി അതീവ ഗുരുതരം. സംസ്ഥാനത്ത് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 52ആയി. കാസിരംഗ വന്യജീവി സങ്കേതത്തിലെ 77 മൃഗങ്ങൾ ചത്തു. അരുണാചൽ പ്രദേശിലും സ്ഥിതി സമാനമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. ഓക്ട്രോസ് യാക്കോബായ തർക്കം നിലനിൽക്കുന്ന എറണാകുളം മഴുവന്നൂർ സെന്റ് തോമസ് പള്ളിയിൽ കോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമം പോലീസ് ഉപേക്ഷിച്ചു. യാക്കോബായ വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പോലീസ് മടങ്ങിയത്. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ട്. യാക്കോബായ ഓർത്തഡോക്സ് തർക്കം നിലനിൽക്കുന്ന മഴുവന്നൂർ സെന്റ് തോമസ് പള്ളിയിൽ പള്ളി പിടിച്ചെടുക്കാൻ പോലീസിന്റെ വൻ സന്നാഹം എത്തുകയായിരുന്നു. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സന്നാഹമാണ് പള്ളി പിടിച്ചെടുക്കാൻ എത്തിയത്. എന്നാൽ വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഈ ഉദ്യമത്തിൽ നിന്നും പോലീസ് പിന്തിരികയായിരുന്നു. ഈ സമയത്ത് അതായത് കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് പോലീസിന്റെ ഗേറ്റ് തകർത്ത് അകത്ത് കടക്കാനുള്ള ശ്രമം കുട്ടികളെ മുൻനിർത്തി വിശ്വാസികൾ തടഞ്ഞതോടെ പോലീസ് അതിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പൊളിന്താനം പള്ളിയിലും പോലീസ് എത്തുകയുണ്ടായി. എന്നാൽ വിശ്വാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് തൽക്കാലം കോടതി വിധി നടപ്പാക്കുന്നതെന്നും പോലീസ് പിന്തിരിഞ്ഞിരിക്കുകയാണ്. കുറെ നാളുകളായി യാക്കോബായ ഓർത്തഡോക്സ് തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിലും യാക്കോബായ വിഭാഗക്കാരും ഓർത്തഡോക്സ് വിഭാഗക്കാരും സർക്കാർ പൂർണ്ണമായും അതായത് അന്ധമായി സഭയെ പിന്തുണയ്ക്കുന്നുവെന്ന ആരോപണവുമായി ഇരു സഭകളും രംഗത്തെത്തിയിരുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഈ കേസിൽ ഇടപെടുന്നത്. എന്നിരുന്നാലും വിശ്വാസികളുടെ പ്രതിഷേധത്തെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഒരു തർക്കത്തെ തുടർന്ന് പള്ളി ഒഴിപ്പിക്കേണ്ട സാഹചര്യമില്ല എന്ന് കണക്കിലെടുത്ത് തന്നെയാണ് പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞത്. കുർബാന ഏകീകരണ വിഷയത്തിൽ സഭാ അനുകൂലികൾ സിറോ മലബാർ സഭ ആസ്ഥാനത്ത് പ്രതിഷേധിക്കുകയുണ്ടായി. MTNS സംഘടനയുടെ നേതൃത്വത്തിലാണ് 100ഓളം വരുന്ന വിശ്വാസികളുടെ പ്രതിഷേധമുണ്ടായത്. ഏകീകരണ കുർബാന അർപ്പിക്കാത്ത വൈദികരെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു സെയിന്റ് തോമസ് മൗണ്ട് ഉപരോധിച്ചത്. കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് സഭാ നേതൃത്വം ഉറപ്പ് നൽകിയതായി മർത്തോമ നസ്രാണി സംഘം ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു.
നീറ്റ് UG കൗൺസിലിംഗ് മാറ്റിവെച്ചു. ഇന്നു മുതൽ കൗൺസിലിംഗ് തുടങ്ങാനിരിക്കെയാണ് കൗൺസിലിംഗ് മാറ്റിവെച്ചത്. പുതിയ തീയതി NTA പ്രഖ്യാപിച്ചിട്ടില്ല. കോടതിയിലെ കേസിനനുസരിച്ചായിരിക്കും പുതിയ തീയതി പ്രഖ്യാപിക്കുക. മറ്റന്നാളാണ് ഹർജി സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നത്. കേന്ദ്ര സർക്കാർ വിഷയം കൂടുതൽ വഷളാക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചു. പ്രമുഖ സ്റ്റീൽ നിർമ്മാതാക്കളായ കൈരളി TMTയുടെ ചെയർമാൻ ആൻഡ് MD ഡോക്ടർ കള്ളിയത്ത് അബ്ദുൾ ഗഫൂർ അന്തരിച്ചു. മൃതദേഹം തിരൂർ പുതിയങ്ങാടി പള്ളിയിൽ ഖബറടക്കി. അസിയ വേങ്ങാട്ടാണ് ഭാര്യ. ഹുമയൂൺ കള്ളിയത്ത്, ഫരീദ പഹലിഷ കള്ളിയത്ത്, മറിയം റിനു എന്നിവർ മക്കളാണ്. യാസ്മിൻ മേത്തർ, ഡോക്ടർ അമീൻ ആസാദ്, നസീഹ ഇർഫാദ് തയ്യൽ എന്നിവരാണ് മരുമക്കൾ. വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുമായി പ്രമുഖ വിദേശ നാണ്യ വിനിമയ സ്ഥാപനമായ യൂണിമണി ഫിനാൻഷ്യൽ സർവീസസ്. പദ്ധതി യൂണിമണി ഫിനാൻഷ്യൽ സർവീസസ് CEO CA കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ആദ്യ സീസൺ യൂണിമണി 2023 ജനുവരിയിലാണ് തുടങ്ങിയത്. ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്ക് 5 ലക്ഷം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് 2 ലക്ഷം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് 1 ലക്ഷം രൂപയുമാണ് കിട്ടുക. അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പിന്റെ ഗോൾഡ് ബുള്ളിയൻ ഷോറൂം കൊല്ലത്തും കരുനാഗപ്പള്ളിയിലും പ്രവർത്തനം തുടങ്ങി. കൊല്ലത്ത് ചിന്നക്കട ബീച്ചിലും കരുനാഗപ്പള്ളി KSRTC ബസ് സ്റ്റാൻഡിന് സമീപവുമാണ് ഷോറൂമുകൾ തുറന്നത്. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പർ അബ്ദുൾ ഷുക്കൂർ മൗലവിയും അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് CEO ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6765, പവന് 54,120. 18 ക്യാരറ്റ് ഗ്രാമിന് 5620, പവന് 44,960. വെള്ളി ഗ്രാമിന് 99, കിലോയ്ക്ക് 99,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. മനു ഭരത് ചേരും.